പ്രവാസാനന്തര സങ്കീർത്തനമായിട്ടാണ് 137 സങ്കീർത്തനത്തെ പരിഗണിക്കുന്നത്. അതിൻ്റെ എഴുത്തുകാരൻ ആരാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അജ്ഞാതനാണ് എഴുത്തുകാരൻ. എങ്കിലും ഇസ്രായേൽ മക്കൾ കടന്നുപോയ പ്രവാസത്തിൻ്റെ നടുവിലെ നൊമ്പരങ്ങൾ, വേദനകളൊക്കെ പങ്കുവയ്ക്കപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ് 137 സങ്കീർത്തനം. അതിൻ്റെ 8-ാമത്തെ വാക്യമൊക്കെ ഒരല്പം പരുക്കൻ രീതിയിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. സഭായോഗത്തിന് ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ വായിക്കാമോ എന്ന് ചിലർക്ക് ഒരു സംശയം ഉണ്ടായേക്കാം. അവസാനത്തെ വാക്യങ്ങളൊക്കെ വളരെ കഠിനമായിട്ടുള്ള ചില ശബ്ദവാക്കുകളോടുകൂടിയാണ് എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ അവരുടെ അകത്ത് എന്ത് പ്രകടമാകുന്നു അത് മറച്ചു വയ്ക്കാതെ അകത്തുള്ളത് പുറത്ത് പ്രകടിപ്പിക്കാൻ മനസ്സുള്ളവരായിരുന്നു സങ്കീർത്തനത്തിലെ എല്ലാ എഴുത്തുകാരും. അകത്തൊന്ന് വെച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്ന് കാണിക്കുന്നവരായിരുന്നില്ല. അത് ദൈവം ഒരിക്കലും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവരുടെ അകത്തുണ്ടായിരുന്ന ഭാവങ്ങൾ എന്താണോ അത് അതുപോലെ തന്നെ പ്രകടിപ്പിച്ചു. അതുമാത്രമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. നിരവധി കാര്യങ്ങൾ നമ്മുടെ ആത്മീക ജീവിതത്തിന് പാഠങ്ങളാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ 137 സങ്കീർത്തനത്തിനകത്ത് ഉണ്ട്. ചില കാര്യങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾക്ക് പരിസമാപ്തി കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 1-2 വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. 3-ാമത്തെ വാക്യം: ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ ഗീതത്തെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഇതിനകത്തൊക്കെ നമ്മുടെ വ്യക്തിപര ആത്മീയതയ്ക്ക് കരുത്തു പകരാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ സൂക്ഷിക്കാൻ നാം ബാധ്യസ്ഥരായ കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 150 സങ്കീർത്തനങ്ങൾ ഉള്ളതിലെ വിഷയബന്ധിതമായി വേദചിന്തകന്മാർ അതിനെ പല നിലകളിൽ വകുപ്പ് തിരിച്ച് പഠന സൗകര്യാർത്ഥമാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ധ്യാനത്തിൽ കൂടി നമുക്ക് അതല്ലാതെ ഒരുപാട് പാഠങ്ങൾ സങ്കീർത്തനത്തിൽ കൂടി കണ്ടെത്തുവാനായിട്ട് കഴിയും. ഞാനതിന് ഇങ്ങനെ പറയാം: 137 സങ്കീർത്തനം ഗീതം നഷ്ടപ്പെട്ടവരുടെ സങ്കീർത്തനമാണ്, പാട്ട് നഷ്ടപ്പെട്ടവരുടെ സങ്കീർത്തനമാണ്. എന്നാൽ 150 സങ്കീർത്തനത്തിനിടയ്ക്ക് പാട്ട് കിട്ടിയവരുടെ സങ്കീർത്തനമുണ്ട്. അതാണ് 40-ാമത്തെ സങ്കീർത്തനം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ: ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ് അവർ പാടിയതായിട്ട് അവിടെ പറയുന്നില്ല. കിന്നരമില്ലാഞ്ഞിട്ടല്ല, അനുകൂല പരിതസ്ഥിതികൾ അല്ലാഞ്ഞിട്ടല്ല. ഇതിനകത്തെ ഏറ്റവും പ്രസക്തമായ ഭാഗം, പാടാനുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഇവരുടെ പാട്ടിവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഗീതം നഷ്ടപ്പെട്ട ഒരു കൂട്ടം ജനമാണ് 137 സങ്കീർത്തനത്തിൽ കാണപ്പെടുന്ന ഇസ്രായേൽ മക്കൾ. എന്നാൽ ഗീതം കിട്ടിയവരെ പാട്ട് കിട്ടിയവരെ നമുക്ക് കാണാൻ പറ്റും 40-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ച്, പരിചിതമാണെങ്കിൽ കൂടി ഒന്ന് വായിച്ചു പോകുന്നത് നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകും. വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ 40-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അപ്പൊ ദൈവം നമ്മുടെ അതരത്തിൽ പാട്ട് തന്നെങ്കിലേ നമുക്ക് പാടാൻ പറ്റത്തുള്ളൂ. സിയോൻ ഗീതാവലി മുഴുവൻ മനഃപ്പാഠമാക്കിയത് കൊണ്ട് സഭായോഗത്തിനെ സംബന്ധിക്കുമ്പോൾ പാടണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ അതരത്തിൽ ദൈവം പാട്ട് തന്നാൽ ഒരു പാട്ട് പോലും മുഴുവനായിട്ട് അറിയത്തില്ലെങ്കിലും അവർക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ നാം ഗീതം നഷ്ടപ്പെട്ടവരുടെ പ്രതിനിധികളാകരുത്. പ്രത്യുത ഗീതം ദൈവം അതരത്തിൽ തന്നവരുടെ പ്രതിനിധികളാകണം. ബോധ്യമായവർ കരങ്ങൾ ഉയർത്തി കർത്താവിനോട് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതിന്റെ പശ്ചാത്തലം ഞാൻ വിടുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ: ബാബേൽ നദികളുടെ തീരത്ത്
ഞങ്ങൾ ഇരുന്നു. പ്രധാനപ്പെട്ട രണ്ട് നദികളെക്കുറിച്ച്, പ്രവാസകാലത്തെ രണ്ട് നദികളെക്കുറിച്ച് തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എസ്രായുടെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ എസ്രാ ശാസ്ത്രി ഈ പ്രവാസകാലത്തെ മടങ്ങിവരവിന് ശേഷം അവരെ മടക്കി വരുത്തുന്നതിനോട് ബന്ധപ്പെട്ട് അഹവ ആറ്റിന്റെ തീരത്തോട്ട് ഇവരെ കൊണ്ടുപോയി, ജനത്തെ കൂട്ടിക്കൊണ്ടുപോയി അവരൊരു ശുഭയാത്രയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ പ്രവാസ കാലഘട്ടത്തെ പ്രധാനപ്പെട്ട ഒരു നദിയായി നമുക്ക് അഹവായെ കാണാനായിട്ട് പറ്റും. യെഹെസ്കേൽ പ്രവചനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിനകത്ത് യെഹെസ്കേൽ പ്രവാചകൻ എവിടെയാണ് ഇരുന്നത്? ഖേബാർ നദീ തീരത്ത് ഇരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുകളിൽ സ്വർഗം എന്ത് ചെയ്തു? തുറന്നു. പ്രിയപ്പെട്ടവരെ, പ്രവാസത്തിൽ കിടക്കുകയാണെങ്കിലും വല്ലാത്ത പരിമിതികൾ അവർക്കുണ്ടെങ്കിലും നമുക്കിവിടെ അനുഗ്രഹീതമായ ഒരു പാഠം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആയിരിക്കുന്ന ഇടത്ത് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവമക്കൾ തയ്യാറായാൽ, അത് പ്രവാസദേശത്താണെങ്കിലും നമ്മുടെ മീതെ സ്വർഗത്തിന് തുറക്കാൻ പറ്റുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് പറ്റുന്നുണ്ട്? ദൈവത്തോട് കണക്ഷൻ ഉള്ളവൻ എവിടെ ഇരുന്നാലും അവന്റെ മീതെ സ്വർഗം തുറന്നിരിക്കും. ആലയത്തിന്റെ അകത്ത് മാത്രമല്ല സ്വർഗം തുറക്കുന്നത്, ശക്തമായ ആരാധന വെളിപ്പെടുമ്പോൾ മാത്രമല്ല നമ്മുടെ മീതെ സ്വർഗം തുറക്കുന്നത്. ഒരുപക്ഷെ ബന്ദികളായി അടിമകളായി പിടിച്ചുകൊണ്ടുപോയ അന്യദേശത്തും ഉപവസിക്കാൻ മനസ്സുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടെങ്കിൽ, നാം ആയിരിക്കുന്ന ഇടമേതാണെങ്കിലും നിന്നോട് ഇടപെടാൻ നിന്റെ മീതെ എന്റെ ദൈവത്തിന് സ്വർഗം തുറക്കാൻ പറ്റും. ഈ ആരാധനയ്ക്കകത്തും പ്രതിസന്ധിയുടെ നടുവിലും ദൈവബന്ധം സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം തുറന്ന് ചില മഹത്തര കാഴ്ചകൾ നമ്മളെ കാണിക്കാൻ നമ്മുടെ കർത്താവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ട കാര്യം ദൈവത്തോടുള്ള ബന്ധം സൂക്ഷിച്ചാൽ മതിയാകും. അപ്പോ ഈ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്ന് സിയോനെ ഓർത്ത് എന്ത് ചെയ്തു? കരഞ്ഞു. സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു. ഈ ബൈബിളിലെ വിഷയങ്ങൾ നമ്മൾ വകുപ്പ് തിരിച്ച് പഠിക്കുമ്പോൾ കരയേണ്ട വിഷയങ്ങളുണ്ട്, കരയേണ്ടാത്ത വിഷയങ്ങളുണ്ട്. മനസ്സിലാകുന്നുവെന്ന് കരുതുന്നു. എല്ലാ വിഷയത്തിനും കരഞ്ഞിട്ട് കാര്യമില്ല, എല്ലായിടത്തും കരയാൻ ദൈവം ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ നമുക്ക് ആ വകുപ്പ് തിരിച്ച് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കരയാറുണ്ട്. ചെങ്കടലിന്റെ തീരത്ത് മോശ കരഞ്ഞു, നടത്തിപ്പുകാരൻ കരഞ്ഞപ്പം ദൈവം മോശയോട് പറഞ്ഞത് എന്താ? മോശ, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? എന്ന് വെച്ചാൽ ഇത് കരയേണ്ട സമയമല്ല, ഇത് കൽപ്പിക്കേണ്ട സമയമാണ്. ഇത് കരത്തിലിരിക്കുന്ന അധികാരത്തിന്റെ വടി ഉയർത്തി നിന്റെ മാർഗത്തെ തടയുന്ന ചെങ്കടലിനെ വിഭാഗിക്കേണ്ട സമയമാണ്. കൽപ്പിക്കേണ്ട സമയത്ത് നമ്മൾ കരയാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇന്നു പകലിലും അധികാരമേൽപ്പിക്കപ്പെട്ടവർ ചില പ്രതിസന്ധികളുടെ നടുവിൽ അകാരണമായി കരയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടും. ആമേൻ. മോശയോട് പറഞ്ഞു, മോശെ, ഇത് കരയേണ്ട സമയമല്ല, ഇത് കൽപ്പിക്കേണ്ട സമയമാണ്. നിന്റെ കരത്തിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിനെ വിഭാഗിക്കേണ്ട സമയമാണ്. മറ്റൊരു സന്ദർഭം 1 ശമൂവേലിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. ശൗലിനെ ദൈവം സിംഹാസനത്തിൽ നിന്ന്, രാജ ആധിപത്യത്തിൽ നിന്ന് നീക്കിയെന്നറിഞ്ഞപ്പോൾ ആര് കരഞ്ഞു? അവനെ അഭിഷേകം ചെയ്ത ശമൂവേല് കരഞ്ഞു. ഉടനെ ദൈവം അവിടെയും ഇടപെടുകയാണ്. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയമല്ല, തൈലക്കൊമ്പിൽ തൈലം നിറച്ചു പുറപ്പെടുക. ഞാൻ ഇശ്ശായിയുടെ കുടുംബത്തിൽ ഈ നീക്കം ചെയ്തവന് പകരമായി ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. ഇന്ന് പകലിലും കരയുന്നവരോട് ദൈവത്തിന് പറയാനുള്ളത്, ചിലതൊക്കെ നീങ്ങിപ്പോയത് കൊണ്ട്, ചിലതൊക്കെ കൈമോശം വന്നതുകൊണ്ട്, കൈ കിട്ടിയത് കയ്യിൽ നിന്ന് തൂവിപ്പോയത് കൊണ്ട് നീ കരയുന്നതെങ്കിൽ കരയാൻ കാരണമില്ല. ഇന്ന് പകലിൽ ദൈവത്തിന് പറയാനുണ്ട്, കൈമോശം വന്ന ഒരു സാഹചര്യം നിന്റെ മുമ്പിലുണ്ട്. പക്ഷേ അവിടെ ശൂന്യതയുള്ള ഇടത്ത് നിറയ്ക്കാൻ കഴിവുള്ള ഒരുത്തനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്ത ചിലത് എന്റെ ദൈവം നമ്മുടെ ശൂന്യതകളെ നിറയ്ക്കാൻ കണ്ടിട്ടുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ചിലത് കയ്യിൽ നിന്ന് പോയപ്പോ ഒരു ശൂന്യത പോലെ
പറഞ്ഞാൽ ആക്കാൻ കാണാതെ ഒരുവന് ദൈവം മറ്റൊരുത്തനെ നീക്കുകയില്ല. എന്ന് വെച്ചാൽ ഒരുവനെ നീക്കിയിട്ടുണ്ടെങ്കിൽ തൽസ്ഥാനത്താക്കാൻ ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ട്. കൈമോശം ഒന്ന് ചിലത് പോയിട്ടുണ്ടെങ്കിൽ കരത്തിൽ തരാനുള്ളത് എന്റെ ദൈവം മറുപുറത്ത് കണ്ടിട്ടുണ്ടെന്ന്. നിന്റെ കയ്യിൽ നിന്ന് പോയതിനേക്കാൾ ശ്രേഷ്ഠമായത് നിന്റെ കരത്തിൽ മടങ്ങി വരാൻ പോകുന്നു. വിശ്വസിക്കാൻ ശേഷിയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അതരം തുറന്ന് കരങ്ങൾ അടിച്ച് കയ്യിൽ നിന്ന് പോയതിനേക്കാൾ മെച്ചമായത് നിന്റെ കരത്തിൽ തരാൻ ഇന്ന് പകൽ കരുത്തുള്ള കർത്താവ് ഈ ആലയത്തിന്റെ അകത്ത് നടകൊള്ളുന്നുണ്ട്. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവപ്രവർത്തികൾ ഇന്ന് പകൽ നമുക്ക് വേണ്ടി സർവശക്തൻ തുറന്നു തരട്ടെ. ഹല്ലേലൂയ. പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ കരയേണ്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ലൂക്കോസ് 23 യേശുവിനെ ഓർത്ത് ഇവരെന്ത് ചെയ്തു? യേശു എന്താ പറഞ്ഞത്? എന്നെ ഓർത്ത് കരയണ്ട. അതിനകത്തൊരു ധ്വനിയുണ്ട്. നിങ്ങൾ ഈ കാര്യത്തിൽ എന്നെ ഓർത്ത് കരയണ്ട, എന്നെ ഓർത്ത് കരയണ്ട. പക്ഷെ കരയേണ്ട ചില വിഷയങ്ങൾ ഉണ്ട്. എല്ലാറ്റിനും കരച്ചിലല്ല മറുപടി, എന്ന കരയേണ്ട വിഷയങ്ങളുണ്ട്. മോശയോട് ദൈവം പറഞ്ഞു കരയണ്ട, നീ കൽപ്പിക്ക്. ശമൂവേലിനോട് ദൈവം പറഞ്ഞു കരയണ്ട, തൈലക്കൊമ്പിൽ തൈലം നിറയ്ക്ക്. സ്തോത്രം. കരഞ്ഞ സ്ത്രീകളോട് യേശു പറഞ്ഞു എന്നെ ചൊല്ലി കരയണ്ട. നിങ്ങൾ കരഞ്ഞാലും നിങ്ങൾ കരഞ്ഞില്ലേലും ഇതെന്റെ ദൗത്യത്തിന്റെ ഭാഗമാണ്. ക്രൂശിൽ മരിക്കാൻ വേണ്ടിയാ ഞാനിത് വന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരച്ചിൽ ഒന്നും എന്റെ ക്രൂശിനെ ഒഴിവാക്കത്തില്ല. എന്നാൽ മറുപുറത്തൊരു കാര്യം അറിയണം, കരയേണ്ട കുറെ വിഷയങ്ങളുണ്ട്. ഇവിടെ ഇവര് കരഞ്ഞത് എന്തിനെ ഓർത്താണ്? സിയോനെ ഓർത്ത്, അവരുടെ പഴയകാല പ്രതാപങ്ങളും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന നഷ്ടങ്ങളെ കുറിച്ചും ഓർത്ത് അവരെന്ത് ചെയ്യുന്നു? കരയുന്നു. പ്രൈസ് ലോർഡ്. കരയേണ്ടാത്ത വിഷയങ്ങളുണ്ട്, കരയേണ്ട വിഷയങ്ങളുണ്ട്. വായിക്കാമെങ്കിൽ 2-3 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചു. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ശരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. ശ്രദ്ധിച്ചു നോക്കിയ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആ വാക്യത്തെ നമുക്ക് ഇങ്ങനെ സംക്ഷേപിക്കാം: പാപത്തെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം? കരയണം. ആമോസിന്റെ പ്രവചനം 6-ാം അധ്യായം 4-ാം വാക്യം, 1 കൊരിന്ത്യർ ലേഖനം 5:2. വേഗത്തിൽ വായിക്കണേ. ഞാൻ അധികം ദീർഘമാക്കാതെ വാക്കുകൾക്ക് വിരാമം കുറിക്കേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഇച്ചിരി ഫാസ്റ്റായിട്ട് പോകുന്നു. ആമോസിന്റെ പ്രവചനം 6:4, 1 കൊരിന്ത്യർ 5:2 വാക്യം. നിങ്ങൾ ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശൈകളിന്മേൽ നിവർന്നു കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തുകളിൽ നിന്ന് പശുകിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. നിങ്ങൾ വീണാനാദത്തോടും വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാരിത്രങ്ങളെ ഉണ്ടാക്കുന്നു. അടുത്ത വാക്യം. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുന്നു, വിശേഷതൈലം പൂശുകയും ചെയ്യുന്നു. യോസേപ്പിന്റെ കേടിനെ കുറിച്ച് വ്യസനിക്കുന്നില്ല താനും. കണ്ടോ, ഒരു ഭാഗത്ത് നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അവർ അടിച്ചു പൊളിക്കുക, അപ്പൊ തന്നെ മറുപുറത്ത് ദുഃഖിക്കേണ്ട ചില കേടുകൾ അവരുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആമോസിൽ കൂടി ദൈവം പറയുകയാ, കലശങ്ങളിൽ വീഞ്ഞു കുടിച്ചോ, വിശേഷതൈലം പൂശിക്കോ, വാരിത്രങ്ങൾ ദാവീദിനെ പോലെ ഉണ്ടാക്കിക്കോ, അതിനകത്തൊന്നും കംപ്ലൈന്റ് ഇല്ല. പക്ഷേ നിങ്ങൾ അറിയണം, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്കൊരു കേടുണ്ട്. ഈ കേടിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ദുഃഖിക്കുന്നില്ല. അപ്പൊ പാപത്തെ ഓർത്ത് നമ്മൾ കരയണം. സംഭവിച്ചു പോയ തെറ്റിനെ ഓർത്തു നമ്മൾ പശ്ചാത്തപിക്കണം, ദുഃഖിക്കണം. അത് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. 1 കൊരിന്ത്യർ 5:2 വായിക്കാം. 1 കൊരിന്ത്യർ 5:2 വാക്യം. എന്നിട്ടും നിങ്ങൾ ശീർത്തിരിക്കുന്നു,
ഈ ദുഷ്കർമ്മം ചെയ്യുന്നവനെ ആ. നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം ആ. നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഒരുവൻ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നുപോൽ കൊരിന്ത്യ സഭയോട് പൗലോസ് പറയുക 5-ാമത്തെ അധ്യായത്തിൽ, ഇത്ര നീചമായ ദുഷ്കർമ്മം ചെയ്ത ഒരുവൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകിയിരിക്കെ നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല? ദുഃഖിക്കുന്നില്ല. കണ്ടോ? അപ്പൊ ദുഃഖിക്കേണ്ട കാര്യങ്ങൾ ലൈഫിൽ കിടപ്പുണ്ട്. പാപത്തെ ഓർത്ത് നമ്മൾ കരയണം. തെറ്റ് പറ്റിയെങ്കിൽ അതിനെ ഓർത്ത് നമ്മൾ അനുദപിക്കണം. അത് ദൈവം നമ്മോട് പറയുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വസ്തുത ലൂക്കോസിന്റെ സുവിശേഷം 23:30. ഞാൻ പറഞ്ഞു വിടുന്നു, വായിപ്പിക്കുന്നില്ല. വരാൻ പോകുന്ന ന്യായവിധിയെ ഓർത്തു നമ്മൾ കരയണം. ലൂക്കോസ് 23:28 യേശു കർത്താവ് പറഞ്ഞ വാക്ക്, മക്കളെ ഓർത്തു നിങ്ങൾ എന്ത് ചെയ്യണം? കരയണം. വിശേഷിച്ച് ഈ കാലഘട്ടത്തിന്റെ എത്ര വലിയ ഒരു തകർച്ചയാണ്. തലമുറകൾ വല്ലാതെ വഴിപിഴയ്ക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തലമുറകൾക്ക് വേണ്ടി കരയാൻ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ, സഭ എന്നുള്ള നിലയിൽ നമ്മൾ ഉണരേണ്ട സമയമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് നടക്കപ്പെടുന്ന സംഭവങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായി പറയാൻ പോലും കൊള്ളുകയില്ലാത്ത സംഭവങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടമാടുന്നത്. ഈ ക്രൂരകൃത്യങ്ങൾക്ക്, ഈ നീചമായ കാര്യങ്ങൾക്ക് പലതും പങ്കാളികളാകുന്നത് പ്രായമുള്ളവരല്ല, കൊച്ചു കുഞ്ഞുങ്ങളാണ്, ചെറുപ്പക്കാരാണ്. പ്രിയപ്പെട്ടവരെ, തലമുറകളെ കുറിച്ചോർത്ത് കരയേണ്ട ഒരു കാലഘട്ടമാണ്. കണ്ണുനീരിൽ തലമുറകളെ പൊതിയാൻ നമുക്ക് കഴിഞ്ഞാൽ, ഒത്തിരി കുഞ്ഞുങ്ങളെ, നൈൽ നദിയിലിട്ട കുഞ്ഞുങ്ങളെയൊക്കെ ചീങ്കണ്ണി ആഹാരമാക്കിയപ്പോൾ കണ്ണുനീരിൽ പൊതിഞ്ഞ് ഞാങ്ങണ പേടകത്തിനകത്തോട്ട് ഇറക്കി വെച്ച മോശക്കുഞ്ഞിനെ തൊടാൻ ആ നൈൽ നദിയിലെ ഒരു ദുഷ്ടജന്തുവിനും കഴിഞ്ഞില്ലെങ്കിൽ, ദോഷകരമായ പ്രവണതകൾ പെരുകി വരുന്ന സമൂഹത്തിന്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നടക്കുമ്പോൾ തിന്മയുടെ സ്വാധീനങ്ങൾ അവരെ കടന്നു പിടിക്കാതെ അവർക്കൊരു പ്രൊട്ടക്ഷൻ ആകട്ടെ നമ്മുടെ കണ്ണുനീര്. നമ്മുടെ തലമുറകളെ കണ്ണുനീരിൽ പൊതിഞ്ഞിറക്കി വിട്ടാൽ ഒരു തിന്മയ്ക്കും അവരുടെ മേൽ സ്വാധീനത ചെലുത്താനായിട്ട് പറ്റത്തില്ല. അപ്പൊ എന്തിനെയൊക്കെ ഓർത്ത് കരയണം? പാപത്തെ ഓർത്ത് കരയണം, വരാൻ പോകുന്ന ന്യായവിധി ഓർത്ത് കരയണം, തീർന്നില്ല, മക്കളെ ഓർത്ത് കരയണം. അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഗൗരവമായി മടങ്ങി വരവ് വേണ്ടിടത്ത്, തിരുത്തലുകൾ വേണ്ടിടത്ത്, നമ്മുടെ തലമുറയുടെ നല്ല ഒരു ഭാവി, അതിനെക്കുറിച്ച് ദൈവം നമുക്ക് ദൂതുകൾ തന്നിട്ടുണ്ട്. എന്നാൽ അവരതിൽ എത്തിപ്പെടാതിരിക്കാൻ അവരറിയാതെ, നാം അറിയാതെ ചില ഹിഡൻ അജണ്ടകൾ ശത്രു അവർക്കെതിരെ കരിക്കൂട്ടി വെക്കുന്നുണ്ടെങ്കിൽ അത് പൊളിക്കാൻ പണത്തിന് പറ്റത്തില്ല, അത് പൊളിക്കാൻ പരിശുദ്ധാത്മാവിനെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പണം കൊണ്ട് സാധിക്കാത്തത് പ്രാർത്ഥന കൊണ്ട് സാധിക്കുമെന്ന് അറിയുന്നവർ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ തയ്യാറായാൽ നമ്മളെക്കാൾ കരുത്തോടെ നമ്മുടെ തലമുറ കർത്താവിന്റെ കൃപയിൽ നിൽക്കും. എന്റെ കണ്ണുകൊണ്ട് അത് കാണാൻ ദൈവം എനിക്ക് കൃപ തരുമെന്ന് അകത്ത് വിശ്വാസമുള്ളവർ, പ്രാർത്ഥിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിനോട് സ്തോത്രം ചെയ്യട്ടെ. നമ്മുടെ തലമുറയുടെ തകർച്ച കാണാൻ കരയുന്ന കണ്ണുകൾക്ക് ദൈവം ഇടവരുത്തത്തില്ല. തലമുറകളെ കുറിച്ച് ഓർത്ത് കരയാൻ നമുക്ക് സാധിച്ചാൽ അവർ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നത് കാണാൻ ദൈവം നമുക്കിടവരുത്തും. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. രണ്ടാമത്തെ ഭാഗം, രണ്ടാമത്തെ വാക്യം, അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളുടെ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. പാട്ട് നഷ്ടപ്പെട്ടവരുടെ കിന്നരം എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അലരി വൃക്ഷത്തിൻ്റെ എന്തുകൊണ്ടാണ് ഇവർക്ക് പാട്ട് നഷ്ടപ്പെട്ടത്? ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിക്കാം. ഏറ്റവും ലളിതമായിട്ടൊരു കാര്യം ഞാൻ പറയാം. പ്രതികാര ചിന്ത അകത്തുള്ളവർക്ക് പാടാൻ പറ്റത്തില്ല. പ്രതികാര മനോഭാവം നമ്മുടെ അകത്ത് കയറിയാൽ നമുക്ക് പാടാൻ പറ്റിയേക്കാം, പാടേണ്ട പോലെ പാടാൻ എന്ത് ചെയ്യത്തില്ല. ഇവിടെ പാട്ട് പാടുക എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പാടുന്ന പാട്ടല്ല, നമുക്ക് ഗീതം നഷ്ടപ്പെട്ടു പോകും പ്രതികാര ചിന്ത നമ്മുടെ അകത്ത് വന്നാൽ. ഈ 137-ാം സങ്കീർത്തനത്തിൻ്റെ 7-8 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ അവരുടെ പ്രതികാരത്തിൻ്റെ വാക്കുകളാണ്. ശ്രദ്ധിച്ച 7-8 വാക്യങ്ങൾ. ഇടിച്ചു കളവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവിൻ എന്നിങ്ങനെ പറഞ്ഞ് ഏതോം ഇറക്കായി.
യഹോവേ യെരൂശലേമിന്റെ നാൾ ഓർക്കണമേ. നാശമടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ. ഈ പ്രതികാര ചിന്ത അകത്തിരിക്കുമ്പം നമുക്ക് പാടാൻ പറ്റുമോ? ഇല്ല. പാട്ടിനെ പ്രതികാര ചിന്ത കീഴ്പ്പെടുത്തും. പുതിയ നിയമത്തിന്റെ മനോഭാവത്തിൽ പ്രതികാര ചിന്ത വെച്ചുകൊണ്ടിരിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കർത്താവാണ് നമ്മുടെ കർത്താവ്. ശത്രുക്കൾക്ക് വേണ്ടി, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. അതാണ് പുതിയ നിയമത്തിന്റെ തത്വം. പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം വീട്ടും. ദൈവത്തിന്റെ കാര്യം ചെയ്യട്ടെ. ഇന്ന് പകൽ പ്രതികാര ചിന്ത, പ്രതികാരത്തിന്റെ മനോഭാവം നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഈ സഭായോഗത്തിന്റെ ഇടയ്ക്ക് മൊബൈലിൽ നിന്നും വേണ്ടാത്ത മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നത് പോലെ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ താളത്തെ തെറ്റിക്കുന്ന, നമ്മുടെ ഗീതത്തെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ പ്രാഗൽഭ്യത്തെ കളയുന്ന എന്തെങ്കിലും പ്രതികാര മനോഭാവങ്ങൾ എവിടെയെങ്കിലും കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ഡിലീറ്റ് ചെയ്തിട്ടേ പോകാവുള്ളൂ. കാരണം അത് നമ്മുടെ മനസ്സിലിരുന്നാൽ നമ്മുടെ ഗീതം നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. മനസ്സിലായവർ കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയേ, പ്രതികാര ചിന്ത അകത്ത് കയറിയാൽ നമുക്ക് നമ്മുടെ ഗീതം എന്ത് ചെയ്യും? നഷ്ടപ്പെടും. നമുക്കാർക്കും അങ്ങനെ ഇടവരാതിരിക്കട്ടെ. കിന്നരം ഉണ്ടേലും പാട്ട് നഷ്ടപ്പെട്ടാൽ പാടാൻ പറ്റത്തില്ല. പക്ഷെ കിന്നരമില്ലേലും പാട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പാടാൻ പറ്റും. ഒരു കാര്യം കൂടി ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് 3-ാം വാക്യത്തിൽ ഒന്ന് വന്ന വാക്കുകളെ ചുരുക്കുവാൻ താല്പര്യപ്പെടുകയാണ്. പ്രൈസ് ലോർഡ്. ഈ ഭാഗത്ത് നമ്മൾ വായിച്ചല്ലോ, അവരുടെ കിന്നരം അലരി വൃക്ഷത്തിന്റെ കൊമ്പുകളിൽ എന്ത് ചെയ്തു? തൂക്കിയിട്ടു. പാട്ട് നഷ്ടപ്പെട്ടവർക്ക് കിന്നരം കൊണ്ട്. എന്തിനാ ഈ കിന്നരം? വാദ്യോപകരണങ്ങളൊക്കെ എന്തിനാ? ഒരു താളമേളവും കൊഴുപ്പും ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് അതിനകത്തൊരാശയമുണ്ട്. നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞോ പാടിയോ കർത്താവിനോടുള്ള സന്തോഷവും കർത്താവിനുള്ള ആരാധനയും പ്രകടമാക്കാൻ കഴിയാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലും ആ സന്തോഷം എന്ത് ചെയ്യണം? താളമൊക്കെ ഒരു ഭാഗത്തുണ്ട്, പക്ഷെ അതിൻ്റെ യഥാർത്ഥ അർത്ഥം നാക്കുകൊണ്ട് പറഞ്ഞാൽ അല്ലെ പാട്ടുകൊണ്ട് പാടിയാൽ ദൈവത്തോടുള്ള സ്നേഹം വർണ്ണിച്ചു തീർക്കാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് പല മേഖലകളിൽ എന്ത് ചെയ്യുന്നത്? ഈ കൊച്ചുപിള്ളേർക്ക് സന്തോഷം വരുമ്പോൾ അവരെന്നാ ചെയ്യുന്നത്? വാതോരാതെ പറയുകയല്ലോ, അവർ ചിലപ്പോൾ കൈയടിക്കും, നിൽക്കുന്നിടത്ത് നിന്ന് എന്ത് ചെയ്യും? ചാടും. ഒരു പുതിയ ഡ്രസ്സ് അവർക്ക് എടുത്തു കൊടുക്കുമ്പം അവരിത് ഏത് കടയിൽ നിന്നാണ് വാങ്ങിച്ചത്, എത്ര രൂപയായി, ഇതൊന്നും പിള്ളേർക്ക് അറിയണ്ട. ആ ഉടുപ്പ് കണ്ണിൽ കാണുന്ന മാത്രം അവർ കൈയടിക്കും, തുള്ളിച്ചാടും. കാരണം ഈ എക്സ്പ്രഷൻ അവരിൽ നിന്ന് വരുന്നത് അകത്തെ സന്തോഷം പ്രകടിപ്പിക്കാൻ അവർക്ക് വാക്കുകളില്ല. സ്തോത്രം. എപ്പോഴാണ് നമ്മൾ പടക്കം പൊട്ടിക്കുന്നേ? നമ്മൾ പടക്കം പൊട്ടിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം എന്നാ പറയാനാ? ഈ സന്തോഷം ഒത്തിരി വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളല്ല, നാട്ടുകാരൊക്കെ പടക്കം പൊട്ടിക്കാറില്ലേ? അപ്പൊ സന്തോഷത്തിൻ്റെ ഇപ്പം നല്ല ഒരു എന്താ പറയുക, ഒരു നേതാവ് വരുമ്പോൾ അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് ആ സന്തോഷത്തിൻ്റെ അതിര് കടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പടക്കം പൊട്ടിക്കും. ഇതുപോലെ ആരാധനയ്ക്കകത്ത് വാക്കുകൊണ്ടൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാതെ വരുമ്പം ഇൻസ്ട്രുമെന്റ് എല്ലാം ഉപയോഗിച്ച് നമ്മൾ ആ സന്തോഷം അങ്ങ് പ്രകടമാക്കുകയാണ്. പക്ഷേ എത്ര കിന്നരം കയ്യിലുണ്ടെങ്കിലും പാട്ട് നഷ്ടപ്പെട്ടാൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്കാർക്കും ഗീതം നഷ്ടപ്പെടാതിരിക്കട്ടെ. നമുക്കാർക്കും പാട്ട് നഷ്ടപ്പെടാതിരിക്കട്ടെ. കിന്നരം നഷ്ടപ്പെട്ടാലും പാട്ട് നഷ്ടപ്പെടരുത്. പൗലോസിനും ശീലാസിനും പാട്ട് നഷ്ടപ്പെടാഞ്ഞത് കൊണ്ടാ കിന്നരമില്ലാഞ്ഞിട്ടും അർദ്ധരാത്രിയിൽ പാടാൻ പറ്റിയത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നുണ്ട്? ഇന്ന് പകൽ മനസ്സ് തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഏതു സാഹചര്യത്തിലും കർത്താവേ, എൻ്റെ അധരത്തിൽ നിന്ന് പാട്ട് പോകരുതെന്ന്. പാപം നമ്മുടെ അധരത്തെ പൂട്ടിക്കളയും.
51 സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ നീ എന്റെ അധരത്തെ ഒന്ന് എന്ത് ചെയ്യണം, തുറക്കണമേ. എന്തിന്? നിന്നെ സ്തുതിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സ്തുതി അധരത്തിൽ വരുന്നില്ല. എന്ന് വെച്ചാൽ ദാവീദ് അവന്റെ അധരം കൊണ്ട് സംസാരിക്കാൻ ശേഷിയില്ലാത്തവൻ അല്ല, നന്നായിട്ട് സംസാരിക്കുന്നവനാ. പക്ഷേ വാതോരാതെ വർത്താനം പറയാൻ പറ്റുന്നത് കൊണ്ട് ദൈവസന്നിധി വരുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു കുഴപ്പമില്ലാതെ സ്ഫുടമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പലരും ദൈവസന്നിധി വരുമ്പോൾ വായടച്ചിരിക്കുന്നതിന്റെ കാര്യം എന്നാ? പ്രിയപ്പെട്ടവരെ, വാചാലതയല്ല പാട്ടിന്റെ പുറകിലത്തെ കാര്യം. പാടാൻ പറ്റണമെങ്കിൽ ദൈവം നമ്മുടെ അധരത്തെ അൺലോക്ക് ചെയ്യണം. ഇന്ന് പകൽ പാപം പൂട്ടിയ നമ്മുടെ അധരത്തെ സർവശക്തന്റെ കരം കൊണ്ടൊന്ന് അൺലോക്ക് ചെയ്താൽ ഈ പകലിൽ പ്രേരണ കൂടാതെ, പ്രലോഭനം കൂടാതെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണമെങ്കിൽ ദൈവം നമ്മുടെ അധരത്തെ തുറക്കണം. കരമുയർത്തി ഒരു സ്തോത്രം പറയാം. 3-ാമത്തെ വാക്യൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. 3-ാമത്തെ വാക്യത്തിൽ അനുഗ്രഹീതമായ ഒരു ചിന്ത കിടപ്പുണ്ട്. 3-ാമത്തെ വാക്യം, ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞു. ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. നിങ്ങൾക്ക് ഒരു വൈരുദ്ധ്യം ഇതിനകത്ത് തോന്നുന്നില്ലേ? എന്താ വൈരുദ്ധ്യം? പീഡിപ്പിക്കുന്നവര് പീഡിപ്പിക്കപ്പെടുന്നവരോട് എന്ത് ചോദിക്കുകയാണ്? സന്തോഷം ചോദിക്കുകയാണ്. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവീൻ എന്ന് പറഞ്ഞ് ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ചോദിച്ചു. പീഡകന്മാര് പണമല്ല ചോദിച്ചത്, ആണോ? അല്ല, പണമല്ല ചോദിച്ചത്, ആഹാരമല്ല ചോദിച്ചത്, ആയുധമല്ല ചോദിച്ചത്, മക്കളെയല്ല ചോദിച്ചത്. ഇതെല്ലാം അവർക്കുണ്ട്. പക്ഷെ അവർക്കില്ലാത്തതും നമുക്കുള്ളതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിൻ്റെ പേരാ സന്തോഷം. വീടും കാറുമുള്ള ഒത്തിരി പേർക്ക് സന്തോഷമില്ല, നിങ്ങൾക്കറിയാവോ? പക്ഷെ ചോർന്നൊലിക്കുന്ന വീടാണെങ്കിലും അവർക്കില്ലാത്ത ഒന്നും നമുക്കുണ്ട്. അതിൻ്റെ പേരാണ് സന്തോഷം. ബാങ്ക് ബാലൻസ് ഒത്തിരി ഇല്ലാത്തവർക്ക് ഉള്ള ഒന്ന് നമുക്കുണ്ട്. നെറ്റിയെ പോറാൻ പോലും നമ്മുടെ പേഴ്സിൽ പണമില്ലെങ്കിലും അവർക്കില്ലാത്ത ഒന്ന് ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതിന്റെ പേരാ സന്തോഷം. എത്ര പേർക്ക് ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നുണ്ട്? വേണ്ടത് പലതും നമുക്കില്ലായിരിക്കാം. ആരോഗ്യത്തിന്റെ കുറവ് കാണാം, പ്രിയപ്പെട്ടവരെ, ആഹാരത്തിന്റെ കുറവ് കാണാം, പണത്തിന്റെ കുറവ് കാണാം, പലതും അക്കമിട്ടാൽ ഇല്ലായ്മയുടെ ലിസ്റ്റ് നിരത്താൻ ഒത്തിരി കാര്യങ്ങൾ കാണാം. പക്ഷെ ഇതൊക്കെ ഉള്ളവർക്ക്, ഇതൊക്കെ അടങ്കൻ ഏറ്റെടുത്തിരിക്കുന്നവർക്ക് ഇല്ലാത്തതൊന്ന് ദൈവം നമ്മുടെ അകത്ത് തന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് സന്തോഷം. ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതാണ്. നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റും. എബ്രായർ 12 നാം വായിക്കുന്നുണ്ട്, മുൻപിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനത്തെ എന്ത് ചെയ്തു? അപമാനത്തിൻ്റെ നടുവിലും യേശുവിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു? കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ അകത്തും യേശുവിൻ്റെ അകത്ത് എന്തുണ്ടായിരുന്നു? സമാധാനമുണ്ടായിരുന്നു. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ശ്രേഷ്ഠത അതാണ്. ഏതു സമയത്തും നമ്മുടെ അകത്ത് സന്തോഷം വസിപ്പിക്കുമാറാക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഈ പീഡകന്മാർ ഇവരെ ബന്ദികളാക്കി കൊണ്ടുവരുമ്പോഴും ഇവരിൽ അവർക്ക് കാണാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. ഇത് എന്തോ സംഭവമാണ്. കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയാണ്, വിലങ്ങുകളാണ്. വല്ലാതെ ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അടി കൊടുത്തിട്ടും ഇടി കൊടുത്തിട്ടും വിലങ്ങ് വെച്ചിട്ടും ഒന്നും ഇവരുടെ അകത്തെ സന്തോഷത്തിനൊരു കുറവും വരുന്നില്ല. അപ്പോൾ ഇവര് ചിന്തിച്ചപ്പോൾ, എടാ ഞങ്ങൾക്കെല്ലാം ഉണ്ട്, എന്നിട്ടും ഇവർക്കുള്ള ഒരു കാര്യം ഞങ്ങൾക്കില്ല. അതെന്താണ്? സന്തോഷമാണ്. അതുകൊണ്ടാണ് ഇവിടെ പീഡകന്മാര് അവരോട് ചോദിക്കുകയാണ്, എന്ത് സന്തോഷം? ആനയ്ക്ക് ആനയുടെ വില അറിയത്തില്ലെന്ന് പറഞ്ഞതുപോലെ നമുക്ക് പലപ്പോഴും നമ്മുടെ സാധ്യതകൾ അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ?
കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ. 2 കൊരിന്ത്യർ 2:1-2 വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 2:1-2. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ആ. ദുഃഖത്തോടെ ആകരുത് എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവൻ അല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്നത് ആർ? ഞാൻ ഇന്ന് തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കേ. അപ്പൊ കൊരിന്ത്യ സഭക്കാരോട് പൗലോസ് പറയുകയാണ്, നിങ്ങളെക്കുറിച്ച് എനിക്ക് എന്തുണ്ട്? സന്തോഷിപ്പാൻ വകയുണ്ട്. ആ വാക്യം 2-3 ആവർത്തി ഒന്ന് വായിച്ചാൽ അതിനകത്തുനിന്ന് പുറത്തു വരുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്ദേശമാണ് പൗലോസിന് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തുണ്ട്? സന്തോഷമുണ്ട്. അപ്പം നമ്മളൊരു സത്യം തിരിച്ചറിയണം. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധ്യത ദൈവം നമ്മുടെ അകത്ത് ഇട്ടിട്ടുണ്ട്. ചിലരുടെ കൂടെ നിങ്ങളൊരു 10 മിനിറ്റ് ഇരുന്നാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നമ്മൾ എന്ത് ചെയ്യും? മറക്കും. ചിലരെ കണ്ടാൽ മതി, നമുക്ക് അന്നേരം വരെയുള്ള എല്ലാ സന്തോഷവും കരണ്ട് പോകുന്ന പോലെ ബ്ലിം എന്ന് പറഞ്ഞങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. മനസ്സിലാകുന്നൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാകാത്ത പോലെ അങ്ങ് സ്തോത്രം. കുഴപ്പമില്ല, ഞാൻ ആരുടെ മുഖത്ത് നോക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ മുഖത്ത് ഇപ്പം എനിക്കെതിരെ വിരിയുന്ന ഭാവം എന്താണെന്ന് എനിക്ക് കാണാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആരുടെയും മുഖത്ത് നോക്കുന്നില്ല. ശ്രദ്ധിച്ചോ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് സന്തോഷം വായ്പ വാങ്ങേണ്ട ഗതികേട് വരരുത്. നീ സന്തോഷം വായ്പ മേടിക്കുന്നവനല്ല, നീ സന്തോഷം കൊടുക്കുന്നവനാകണം. ഹല്ലേലൂയ. 5,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലേലും നമ്മുടെ അടുക്കൽ വരുന്നവന് സന്തോഷം കൊടുക്കാൻ നമ്മുടെ അകത്ത് സന്തോഷത്തിന്റെ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഒരു ചിന്തകൻ പറഞ്ഞതാണ്, ഇഫ് യു ആർ എ ക്രിസ്ത്യൻ വിത്തൗട്ട് ജോയ് യു ആർ എ ലീക്കിംഗ് ക്രിസ്ത്യൻ എന്നാണ്. എന്ന് വെച്ചാൽ സന്തോഷമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയാണ് നമ്മളെങ്കിൽ നമ്മുടെ ക്രിസ്ത്യാനിത്വത്തിന് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന് എവിടെയോ ഒരു ലീക്കുണ്ട്, ചോർച്ചയുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? ചോർച്ചയുള്ള ക്രിസ്തീയ ജീവിതം ചെയ്യരുത്. ആ പഴുതുകൾ എന്ത് ചെയ്യണം? അടയ്ക്കണം. ക്രിസ്ത്യാനിത്വത്തിന്റെ ശ്രേഷ്ഠത എന്നുള്ളത് എപ്പോഴും സന്തോഷിക്കാൻ കഴിയുന്നതാണ്. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞേ. നമ്മുടെ അകത്തുള്ള സന്തോഷം ബലൂണിലെ കാറ്റ് കുത്തിവിടുന്ന പോലെ കുത്തിവിടാൻ നമുക്കുള്ള പലതും ശത്രു ചിലപ്പോൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്തേക്കാം? ഒരു സൂചി മതി. നമ്മളെക്കാൾ വലിയ ബലൂണൊക്കെ ഉണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കറുകച്ചാലിൽ കൂടെ പോയപ്പോൾ കണ്ടു, നമുക്കൊരാൾക്ക് അതിനകത്ത് കയറി ഇരിക്കാം, അത്രയും വലിയ ബലൂണ്. പക്ഷെ അത്രയും കാറ്റ് നിറച്ചു വെച്ച ബലൂണിനെ കളയാൻ ഒലക്കയൊന്നും വേണ്ട, ഒരു ചെറിയ സ്തോത്രം. നിങ്ങൾ ആരും സൂചി കണ്ടിട്ടില്ല, പക്ഷെ അത് ചെറിയ ഒരു സാധനമാണ്. ഈ വലിയ ബലൂണിനകത്തെ കാറ്റ് കളയാൻ എന്ത് മതി? സൂചി മതി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ സന്തോഷം കളയാൻ ശത്രുവിൻ്റെ പക്കൽ ഇതുപോലെ പല സൂചികളുണ്ട്. പക്ഷെ അവൻ്റെ പിടിക്കകത്ത് നമ്മൾ നിന്നു കൊടുക്കരുത്. എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. ഇടയ്ക്കൊക്കെ നമ്മുടെ സന്തോഷം പോകുമെങ്കിലും വേഗത്തിൽ മൊബൈൽ ചാർജ് ഉപയോഗിച്ചാൽ മൊബൈലിന്റെ ചാർജ് എന്ത് ചെയ്യും? ചാർജ് തീരും. ഉപയോഗിച്ചാൽ മൊബൈലിന്റെ ചാർജ് തീരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. അല്ലാതെ ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ ചാർജ് തീർന്ന മൊബൈൽ മാറ്റി വെച്ചേച്ച് കോള് ചെയ്യാൻ പുതിയ മൊബൈൽ വാങ്ങിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇനിയിപ്പോൾ എന്നാ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് സന്തോഷം പറഞ്ഞാലും നിങ്ങൾക്കൊരു ഒരു മുഖത്തൊരു വ്യത്യാസമില്ല. പിന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞാലും നമ്മുടെ വികാരങ്ങളൊക്കെ എന്ത് ചെയ്യണം? പ്രകടമാക്കണം. സന്തോഷം വരുമ്പോൾ സന്തോഷിക്കണം. അതൊന്നും തെറ്റല്ല കേട്ടോ. ദൈവസന്നിധി സന്തോഷിക്കാൻ ചിലർക്കൊന്നും ചിരിക്കാൻ അറിയത്തില്ല, ചിരിക്കുന്നത് പാപമാണ്. ആരാ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ദൈവസന്നിധി മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റിയില്ലേ, നമ്മളിനി എവിടെ പോയി ചിരിക്കാതിരിക്കുക? ഈ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ല് വെളി കാണാതെ 2 ചെറിയും കൂടി ഫെവിക്കോൾ ഒട്ടിച്ച പോലെ ഇരിക്കുന്നൊന്നുമല്ല.
അങ്ങനെയൊക്കെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ട്, അതൊക്കെ കളഞ്ഞേക്കണം കേട്ടോ പ്ലീസ്. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാനായിട്ട് പറ്റണം, കുറഞ്ഞ പക്ഷം ദൈവസന്നിധിയിലെങ്കിലും. ഇനിയിപ്പം നമ്മൾ ഒരു പ്രസംഗത്തിലോ വചനധ്യാനത്തിലോ ഒന്ന് സന്തോഷിച്ചില്ലെങ്കിൽ പാട്ട് പാടുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം? സന്തോഷിക്കണം. നമുക്ക് സന്തോഷിക്കണം. അത് ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു മുഖമുദ്രയാണ് സന്തോഷം. നമ്മുടെ സന്തോഷം കെടുത്തിക്കളയാൻ ഇതുപോലെ കൊച്ചു കൊച്ചു സൂചിയുമായി നടക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ നമുക്ക് ജയിക്കാനായിട്ട് പറ്റണം യേശുവിന്റെ നാമത്തിൽ. നമുക്കാർക്കും ദുഃഖം വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, മൗനമാകത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അതിനകത്ത് തുടരരുത്. വേഗത്തിൽ നഷ്ടപ്പെട്ട സന്തോഷത്തെ മടക്കിയെടുക്കണം, നഷ്ടപ്പെട്ട സന്തോഷത്തെ തിരികെ എടുക്കണം. എവിടെ സന്തോഷമുണ്ടോ അവിടെ ഒരു ദൈവപ്രവൃത്തിയുണ്ടെന്ന്, എവിടെ സന്തോഷമുണ്ടോ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു വരുമെന്ന്. യഹോവയിങ്കലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. കർത്താവിന്റെ സന്നിധിയിൽ നാം സന്തോഷിക്കുമ്പോൾ നമ്മളറിയാതെ ഒരു ആന്തരിക ബലം നമ്മുടെ അകത്ത് വർദ്ധിക്കും. കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ദൈവസന്നിധിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സന്തോഷിക്കാൻ പറ്റണം. സന്തോഷം വായ്പ വാങ്ങിക്കേണ്ട ഗതികേട് കുറഞ്ഞ പക്ഷം ദൈവമക്കൾക്കെങ്കിലും ഉണ്ടാകരുത്. നാം സന്തോഷം കൊടുക്കുന്നവരാകണം, നാം സന്തോഷിപ്പിക്കുന്നവരാകണം. അതിനായി ഒരു കൃപ ദൈവം നമുക്ക് തരട്ടെ. അപ്പൊ ഒന്ന് ഇവിടെ ചോദിച്ചത് എന്താണ്? സന്തോഷമാണ്. ദൈവമക്കളോട് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. 2 വാക്യോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16:29. ഒരു വാക്യം 2 വാക്യം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നതെങ്കിലും നമ്മൾ മുമ്പോട്ട് പോകുന്നു. വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. 16:29. ദൈവമക്കളോട് ലോകം ചോദിക്കുന്ന ഒന്നാം കാര്യമാണ് സന്തോഷം. പീഡിപ്പിച്ചവർ എന്ത് ചോദിച്ചു? ഇസ്രായേൽ ജനത്തോട് സന്തോഷം ചോദിച്ചു. കാരണം എന്നാ? അവർക്കില്ലാത്തത് ഇവർക്കുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. നമുക്ക് അകത്തെന്തേലും ഉണ്ടെങ്കിൽ അതില്ലാത്തവന് നമ്മളെ കാണുമ്പോൾ ഉള്ളവരോട് എന്ത് ചോദിക്കാൻ പറ്റത്തുള്ളൂ? ഉള്ളവരോട് മാത്രമേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ, അത് കിട്ടത്തുള്ളൂ. ഇല്ലാത്തവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ലോകം രണ്ടാമത് നമ്മോട് ചോദിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 16:29. പൗലോസിനോടും ശീലാസിനോടും കാരാഗ്രഹ പ്രമാണി ചോദിച്ചത് എന്താണ്? ഇവിടെ വെളിച്ചം. മെഴുകുതിരി ഉണ്ടോന്നല്ല ചോദിച്ചത്. ബീഡി സിഗരറ്റൊക്കെ വലിക്കുന്നവര് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചേട്ടാ തീപ്പെട്ടി. ഇവിടെ തീപ്പെട്ടി അല്ല ചോദിച്ചത്, മെഴുകുതിരി അല്ല ചോദിച്ചത്. ഇവരെന്നാ ചോദിച്ചത്? വെളിച്ചം ചോദിച്ചു. അപ്പൊ ഈ ഇരുട്ടുമുറിക്കകത്ത് കാരാഗ്രഹ പ്രമാണിക്ക് വരെ ഒരു കാര്യം മനസ്സിലായി, ഇതിനകത്ത് വെളിച്ചമുള്ളവർ ഇവർ 2 പേരാ. അന്ധകാരപൂരിതമായ ലോകത്തിൽ നമ്മെ കാണുന്നവർക്ക് നമ്മിൽ ചിലത് കാണാൻ പറ്റും. ഇവിടെ ചോദിക്കുന്നു, ഈ കോമ്പൗണ്ടിൽ നിൽക്കുന്ന അവർക്ക് മാത്രമേ എന്തുള്ളൂ? വെളിച്ചമുള്ളൂ. വിശദീകരിക്കുന്നില്ല. ഈ വെളിച്ചത്തിന് ഒത്തിരി പ്രത്യേകതകൾ തിരുവചനത്തിനകത്തുണ്ട്. തിരുവചനത്തിനകത്തുണ്ട്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഞാൻ ആ ഭാഗം വിടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 14 മുതൽ ചില വാക്യങ്ങൾ താഴോട്ട് വായിക്കണം, ഇപ്പോൾ വായിക്കണ്ട. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 5 മുതൽ ചില വാക്യങ്ങൾ താഴോട്ട് വായിക്കണം. അവിടെയൊക്കെ വെളിച്ചത്തിന്റെ സാധ്യത കിടപ്പുണ്ട്. നമ്മുടെ അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആരാ വെളിച്ചം? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആ യേശു പിന്നീട് നമ്മളെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ വെളിച്ചമായവൻ നമ്മുടെ അകത്ത് വാസം ചെയ്യുമ്പം നമ്മളും ആരായി മാറുകയാ? വെളിച്ചമായി മാറുകയാ. പ്രൈസ് ദി ലോർഡ്. വെളിച്ചം നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സാധ്യതകളുണ്ട്. അതിന് ഈ വേദഭാഗങ്ങൾ വായിച്ചാൽ മതി. 1:5 ഒന്ന് ശ്രദ്ധിച്ചോ. യോഹന്നാൻ 1:5. വെളിച്ചത്തിന്റെ സാധ്യത, 1-ാമത്തെ സാധ്യത 1:5. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ. അപ്പൊ വെളിച്ചം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്താ? നമുക്കുള്ള ഒന്നാമത്തെ പ്രത്യേകത എന്താ? ഇരുളിന് നമ്മളെ ഒതുക്കാൻ കഴിയത്തില്ല. എന്ത് നമ്മളിൽ ഉണ്ടെങ്കിൽ? വെളിച്ചം നമ്മുടെ അകത്തുണ്ടെങ്കിൽ എത്ര കനത്ത ഇരുട്ടിനും ഒരു മിന്നാമിനുങ്ങിന്റെ വട്ടത്തെ മറയ്ക്കാൻ
കാര്യം, അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ ഈ വെളിച്ചത്തെ ഒതുക്കാൻ ഇരുളിന് കഴിയത്തില്ല. ചുരുക്കി പറഞ്ഞാൽ വെളിച്ചമുള്ളവനെ ഒതുക്കാൻ പിശാചിന് കഴിയത്തില്ല. അതൊരു വലിയ സാധ്യതയായിട്ട് കണ്ടോണം. വിശദീകരിക്കുന്നില്ല. സ്തോത്രം. വിശദീകരിക്കുമ്പോഴേ നമുക്ക് അർത്ഥവ്യാപ്തി കിട്ടത്തുള്ളൂ. വെളിച്ചമുള്ളവനെ ബന്ധിക്കാൻ ആർക്ക് പറ്റത്തില്ല? ഇരുളിന് പറ്റത്തില്ല. വെളിച്ചത്തെ ബ്ലോക്ക് ചെയ്യാൻ ഇരുളിന് പറ്റത്തില്ല. നമ്മുടെ അകത്ത് വെളിച്ചമുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാനോ ബൈൻഡ് ചെയ്യാനോ നിന്നെ ഒതുക്കിക്കളയാനോ ഇരുളിന് കഴിയാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യം നമ്മുടെ അകത്തുണ്ടായാൽ മതി. വെളിച്ചം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നാം ഒതുങ്ങിപ്പോകത്തില്ല. രണ്ടാമത്തെ ഒരു സാധ്യത അവിടെ തന്നെ കിടപ്പുണ്ട്. അടുത്ത ഭാഗത്ത് 1:9 ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വെളിച്ചത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? വെളിച്ചത്തിന് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ എത്രയോ കാലം മുമ്പ് എഴുതി വെച്ച വചനമല്ലേ. വെളിച്ചത്തിന് എന്തു പറ്റും? മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ പറ്റും. അതിന്റെ അർത്ഥം എന്നാ? നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ ജീവിക്കുന്നവരല്ലേ, നമുക്ക് അന്ന് എഴുതിയതിനേക്കാൾ കൃത്യമായിട്ട് ഇതിനെ അറിയാൻ പറ്റും. വെളിച്ചത്തിന് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ സ്റ്റുഡിയോയിൽ ചെന്നേ, കല്യാണത്തിന് ചെന്നേ, നിങ്ങൾ ഷാപ്പാറടിക്കുന്ന ഫോട്ടോ എടുക്കാൻ നേരത്ത് അവരെന്ത് ചെയ്യും? ഈ വെളിച്ചം നമ്മുടെ നേരെ തിരിച്ചു വെച്ചിട്ടാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പം ശക്തമായിട്ടുള്ള വെളിച്ചമാണ് നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നത്? പ്രകാശിപ്പിക്കുന്നത്. അപ്പോൾ ഒരിച്ചിരി ഇരുണ്ട കളറാണെങ്കിലും നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കും. സ്തോത്രം. കാര്യം എന്നാ? വെളിച്ചം നമ്മെ അങ്ങോട്ട് പ്രകാശിപ്പിച്ചെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനൊക്കെ ബൈബിൾ വായിച്ചാലേ വല്ലതും മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഇപ്പം വെളിച്ചം ഇങ്ങനെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ ഈ സാധാരണ ഭാഷയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൊണ്ടുവരുമ്പോഴാണ് ഇതിനകത്തെ സത്യം നമുക്ക് നമുക്ക് സ്വതവേ പ്രകാശമില്ല. സ്റ്റുഡിയോയുടെ റൂമിനകത്ത് കയറിയിട്ട് വെട്ടമില്ലാതെ ഫോട്ടോ എടുത്താൽ പിന്നെ ഈ ഫോട്ടോ കാണുന്നവന് ഒരു ടോർച്ച് കൊടുക്കും, എന്നാലും പിടികിട്ടത്തില്ല ഈ കക്ഷി എവിടെ ആയിരിക്കുന്നതെന്ന്. പിടികിട്ടുന്നുണ്ടോ? അപ്പോ ഈ ഇരുട്ടുമുറിക്കകത്തിരിക്കുന്ന നമ്മുടെ ചെറിയ പുഞ്ചിരി പോലും നല്ല കൃത്യമായിട്ട് ഒപ്പിയെടുക്കാൻ ക്യാമറയ്ക്ക് കരുത്തു പകരുന്നത് നമ്മുടെ മേൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരു വെളിച്ചമാണ്. വെളിച്ചത്തിന് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനൊരു സ്തോത്രം പറയാൻ അതൊരു സാധ്യതയാണ്. അടുത്ത സാധ്യത താഴേക്ക് വായിക്കുമ്പോൾ, ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ വെളിച്ചത്തിന് പറ്റും. കട്ടിലിന്റെ കീഴെയൊക്കെ നമ്മൾ ടോർച്ച് അടിച്ചോ അല്ലെങ്കിൽ എമർജൻസി വെച്ചോ തൂത്ത് ഇറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? പാതകത്തിന്റെ കീഴെയൊക്കെ തൂക്കുമ്പോൾ ഒത്തിരി പേർ ഓടിപ്പോന്ന് കണ്ടുണ്ടോ? അല്ല, ഇന്ന് പാതകത്തിന്റെ അടിയിലൊന്ന് തൂത്താൽ മതി. ടോർച്ച് അടിക്കുമ്പം തന്നെ അതുവരെ അവിടെ ഒളിച്ചിരുന്ന ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് കുറെ പേരെന്ത് ചെയ്യുന്നതാണ്? ഓടിപ്പോകുന്ന കാണാം. മനസ്സിലാവുന്നുണ്ടോ? ഇരുളിന്റെ മറ പറ്റി ഇരിക്കുന്നതിനെ ഒന്നും ശാസിക്കാതെ ഭത്സിക്കാതെ പുറത്തു കൊണ്ടുപോകാൻ ഒറ്റ കാര്യം മതി. വെളിച്ചം പ്രകാശിക്കുമ്പം ഇരുട്ടിലിരിക്കുന്ന ഒന്നിനും അവിടെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് യേശുവിന്റെ നാമത്തിൽ ദൈവസാന്നിധ്യം ശക്തമായി നമ്മുടെ നടുവിൽ വെളിപ്പെട്ടാൽ ഇരുളിന്റെ വ്യാപാരങ്ങൾക്ക് ഇരിപ്പുറയ്ക്കത്തില്ല. കരമടിച്ചാൽ പോകാത്തത്, പാട്ടുപാടിയാൽ പോകാത്തത്, ശാസിച്ചാൽ പോകാത്തത്, ഭത്സിച്ചാൽ പോകാത്തത്, വെളിച്ചം അതിന്റെ തനതായ നിലയിൽ ഇറങ്ങി വരേണ്ടിടത്തോട്ട് ഇറങ്ങി വന്നാൽ ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകുന്നു എന്ന വചനം വെളിച്ചം പ്രകാശിക്കുന്നിടത്ത് ഇരുട്ടിനും ഇരുളിന്റെ അനുബന്ധ കൂട്ടാളികൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വെളിച്ചത്തിന്റെ അടുത്ത ഒരു പ്രത്യേകതയാണ്, വെളിച്ചം നിഴലുകളെ എന്താക്കും? ഇല്ലാതാക്കും. നിഴലുകളെ ഇല്ലാതാക്കാൻ ഒരു ശേഷി എന്തിനുണ്ട്? ഒരു വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. മത്തായി സുവിശേഷം 4:14-15 വായിച്ച് അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 4:14-15.
സെബൂലൻ ദേശവും സബുലൂൻ ദേശവും നഫ്താലി ദേശവും നഫ്താലി ദേശവും കടൽക്കരയിൽ യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ ഇരുന്നിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അടുത്ത പദത്തിനൊരു അടിവരയിട്ടോണം. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരുന്നവർക്ക് പ്രകാശമുദിച്ചു. പ്രകാശമുദിക്കേണ്ടതുപോലെ ഉദിച്ചാൽ ചില നിഴലുകൾ നിന്നെ വിട്ടുമാറും. പേടിപ്പിക്കുന്ന കുറെ നിഴലുകൾ നിന്റെ ലൈഫിലും കയറി കൂടിയിട്ടുണ്ട്. രോഗത്തിന്റെ പേരിൽ, ഭയപ്പെടുത്തുന്നതിന്റെ പേരിൽ, മറ്റ് പലതിന്റെ പേരിൽ മരണഭയം ഇന്ന് പകലിൽ ആരുടെയെങ്കിലും അകത്തെ വല്ലാതെ കുലുക്കുന്നുണ്ടോ? മരണത്തിന്റെ നിഴലിനെ മാറ്റാൻ, രോഗത്തിന്റെ നിഴലിനെ മാറ്റാൻ, ഇന്ന് പകൽ അതിനെ പുകച്ചു പുറത്തു ചാടിക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. വെളിച്ചം നമ്മിൽ പ്രകാശിക്കേണ്ടതുപോലെ പ്രകാശിച്ചാൽ നമ്മുടെ ശരീരത്തിലാകട്ടെ, നമ്മുടെ മനസ്സിലാകട്ടെ, നമ്മുടെ ആത്മീകത്തിലാകട്ടെ, കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്ന ശത്രുവിന്റെ സകല നിഴലുകളെയും ക്യാൻസലാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വെളിച്ചം നമ്മിൽ പ്രകാശിച്ചാൽ മതി. മരണഭയങ്ങൾ ഇന്നു പകലിൽ മാറട്ടെ. രോഗഭയങ്ങൾ ഇന്നു പകലിൽ മാറട്ടെ. വെളിച്ചം പ്രകാശിച്ചാൽ നിഴലുകൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്ന ഗ്രൗണ്ടിനകത്ത് നിഴലുണ്ടോ? വളരെ ചുരുങ്ങിയ ചെറിയ തോതിലേ ഉള്ളൂ. ശക്തമായിട്ടുള്ള ലൈറ്റുകൾ പ്രകാശിപ്പിക്കപ്പെടുന്ന ഇടത്ത് നിഴലുകളില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഏത് വെളിച്ചത്തിനും നിഴലുകളെ തീർത്തും നശിപ്പിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ വെളിച്ചം പ്രകാശിച്ചാൽ ഒരു നിഴലിനും അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇന്ന് പകലിൽ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ തലമുറകളിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ആത്മീകത്തിൽ ഏതൊക്കെയോ നിഴലുകൾ വീഴ്ത്തി നമ്മളെ ഭയപ്പെടുത്തുന്ന, നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ സമ്മാനിക്കുന്ന ശത്രുവിൻ്റെ സകല കാര്യപരിപാടികളെയും ഇന്ന് പകൽ ക്യാൻസൽ ചെയ്യാൻ വെളിച്ചം നമ്മിൽ അതിൻ്റെ തനതായ നിലയിൽ ഒന്ന് പ്രകാശിക്കാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് അതരങ്ങളെല്ലാം ഒന്ന് തുറന്ന് 40 നിമിഷങ്ങൾ ഒരുമിച്ചൊരു മഹത്വം കൊടുത്ത് അനധികൃതമായി നമ്മുടെ ശരീരത്തിൽ രോഗം കരിനിഴൽ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ, അനധികൃതമായി ശത്രു നമ്മുടെ മനസ്സിന്റെ അകത്ത് മരണഭീതി വിതച്ചിട്ടുണ്ടെങ്കിൽ, അനധികൃതമായി നമ്മുടെ പ്രതീക്ഷകളെ ശത്രു തല്ലിക്കെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്നു പകൽ നിരാശാബോധങ്ങളുടെ നിഴലുകൾ മാറട്ടെ. മരണഭയത്തിന്റെ നിഴലുകൾ മാറട്ടെ. രോഗഭയത്തിന്റെ നിഴലുകൾ മാറട്ടെ. വെളിച്ചം പ്രകാശിക്കുന്നിടത്ത് നിഴലുകൾക്ക് നിലനിൽപ്പില്ല. കരമടിച്ചതുരം തുറന്ന് ശക്തിയോടെ ഈ പകല വെളിച്ചം അതിന്റെ തനതായ നിലയിൽ നമ്മുടെ ലൈഫിൽ ഇറങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലരിന്ന് പകൽ സ്വതന്ത്രരാകട്ടെ. ചില ശരീരങ്ങൾ സ്വതന്ത്രമാകട്ടെ. ചില മനസ്സുകൾ സ്വതന്ത്രമാകട്ടെ. ചില ആത്മമണ്ഡലങ്ങൾ സ്വതന്ത്രമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വചനം അങ്ങയുടെ ജനത്തിന്റെ മേൽ ഇന്ന് പകലിൽ വസിക്കട്ടെ, വാഴട്ടെ.